ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു മാസത്തിനിടെ 8ഓളം ഭീകരാക്രമണങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് ചേർന്നുകൊണ്ട്, നമ്മുടെ എല്ലാ വിങ്ങുകളും ചേർന്നുകൊണ്ട് അതിനെ ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി ഇവർ ഉദ്ദേശിച്ച അത്രയും പോയിട്ടില്ല. അതായത് ഭീകരർ ഉദ്ദേശിച്ച അത്രയും അതിന്റെ വ്യാപ്തി പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നടന്നിരുന്നുവെങ്കിൽ ചെങ്കോട്ടയിൽ പിന്നെ അയോധ്യയിൽ, ലക്നൌവിലെ RSS ആസ്ഥാനം ഇവയെല്ലാം പൊട്ടിച്ചിതറിയേനെ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പൊ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് തള്ളുന്നതല്ല, റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയോധ്യയിൽ എത്തേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ ആസ്ഥാനം അങ്ങ് തുർക്കിയാണ്. തുർക്കിയുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ചില സ്വരച്ചേർച്ചകൾ നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ അസ്ഥിരത എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതല്ലാതെ ഇത് കൃത്യമായിട്ടും പ്ലാൻ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രമാണ് എന്ന് നമുക്ക് പറയാനും കഴിയുമോ? പ്രധാനമന്ത്രിയെ പോലെയുള്ള ആൾക്കാരെ ലക്ഷ്യം വെക്കുന്നു, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുന്നു. ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ പദ്ധതിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലെ വലിയ പദ്ധതിയായിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ വലിയൊരു പദ്ധതി പൊളിഞ്ഞിരിക്കുന്നു. ആ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം അന്വേഷിച്ചു 9ഓളം ഡോക്ടർമാരെ പിടിക്കുന്നു. ആ ഡോക്ടർമാരിൽ ഒരുവൻ ഈ ഉള്ള സ്ഫോടക വസ്തു എടുത്തുകൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന കാർ ബോംബ് സ്ഫോടനമാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. 4 കാർ ബോംബ് സ്ഫോടനങ്ങൾ സീരിയൽ ആയിട്ട് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, ഡൽഹി ഉൾപ്പെടെയുള്ള, അയോധ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കാർ ബോംബ് സ്ഫോടനം, അതായത് കാർ ഇടിച്ചു കയറ്റി, അങ്ങനെയാണ് പുൽവാമ മോഡൽ കാർ ബോംബ് സ്ഫോടനമാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഒരു കാറാണ് ഈ I-20 ആണ് പൊട്ടി തെറിച്ചു പോയത്. രണ്ടാമതൊരു ഫോർഡ് ചുവന്ന കാറ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരു ബ്രീസ കണ്ടെത്താനുണ്ട്. 3 കാറുകൾ മേടിച്ചതായിട്ട് അവർക്ക് റിപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു കാറിന് വേണ്ടി വളരെ കൂടുതലായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാറിന് വേണ്ടി തിരയുന്നു എന്ന് പറയുമ്പോൾ കാർ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിരിക്കുകയാണോ, അതോ അവരൊരു ലക്ഷ്യം വെച്ച് കാറുമായിട്ട് നീങ്ങുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ലല്ലോ. അപ്പൊ ഇതെല്ലാം പദ്ധതി ഇട്ടത് തുർക്കിയിൽ നിന്നാണെന്നാണ് ഇപ്പൊ അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അത് 2022 ഇതിന്റെ പ്ലാനിങ്. അവിടെ നിന്നാണ് ഇവരെ അല്ലെങ്കിൽ ഈ അവിടെ അറസ്റ്റ് ചെയ്ത നമ്മുടെ ഷോപ്പിയാനിൽ നിന്ന് അറസ്റ്റിലായ മൗലവി ഇർഫാൻ അഹമ്മദ്, അയാളാണ് ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ അൽ ഫലാ സർവകലാശാലയില്ലേ, അവിടുത്തെ ഇമാമിന്റെ വീട്ടിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. അപ്പം ഈ നമ്മൾ 2 മാത്രം അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വരുന്നു. 2ാമത്തെ കാറിലും അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. ഈ 3ാമത്തെ വണ്ടി കസ്റ്റഡിയിൽ ഇല്ല. മനസ്സിലായോ? അപ്പോൾ 3ാമത്തെ വണ്ടി കിട്ടാത്തിടത്തോളം കാലം റിസ്ക് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതല്ല. കാരണം ചാവേറുകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അപ്പം അവർക്ക് മരിക്കത്തില്ലയോ എന്നുള്ളതല്ല, മരിച്ചാലും ലക്ഷ്യം. അപ്പം നവംബർ 25 ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഫോടനം, ഇപ്പൊ പ്രധാനമന്ത്രിയുടെ കാര്യം ചോദിച്ചുണ്ടോ, നവംബർ 25 അയോധ്യ രാമക്ഷേത്രത്തിൽ കാവിക്കൊടി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കാർ ഇടിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇവർ പദ്ധതി ഇട്ടിരുന്നു. ഇതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്നു. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ ഈ കാറിനകത്ത് അമോണിയം നൈട്രേറ്റ് ബോംബിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചില്ല. ആ സ്ഫോടക വസ്തു മാത്രം പൊട്ടിത്തെറിച്ചാണ് ഇത്രയും ആഘാതം. ഇത് ബോംബിങ് അവസ്ഥയിലേക്ക് എത്തിച്ചായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ബോംബ് അല്ലെങ്കിൽ അതിനുണ്ടല്ലോ എത്തിയിരുന്നെങ്കിൽ ഈ കാറ് പൊട്ടിത്തെറിച്ചിടത്ത് അഗാധമായ ഗർത്തവും അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ ചുറ്റളവ് വലിയ സ്ഫോടനം, അല്ല വലിയ ബോംബിംഗ് ഉണ്ടല്ലോ നമ്മുടെ യുദ്ധത്തിനൊക്കെ, അതേപോലെയുള്ള വലിയൊരു സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനേയും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതെല്ലാം തുർക്കിയിൽ, നമ്മൾ പറയുന്നുണ്ടല്ലോ തുർക്കിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരന്മാരുടെ താവളമായിട്ടുള്ള തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ തുർക്കിയാണ് ഇവന്റെ എല്ലാം ഈ എർദോഗൻ അല്ലെങ്കിൽ ഇവനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ ഈ ഭീകരവാദത്തിന് വേണ്ട സപ്പോർട്ട് അപ്പോസ്തലനാണ് എർദോഗൻ. അവനാണല്ലോ ഈ ലോക മൊത്തം മുസ്ലിം രാജ്യമാക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയാണ് അതിന്റെ ഇതെന്ന് പറയുമ്പം സൗദി അറേബ്യ മറികടക്കുന്നതിന് വേണ്ടി അതിനുള്ള ശ്രമവും
ഈ ഇസ്രായേൽ അറിയാമല്ലോ, ഹമാസുമായിട്ട് യുദ്ധസമയത്ത് പോലും ഇസ്രായേൽ പോലും നോട്ടം വെച്ചിരിക്കുന്ന ആളാണ്. കാരണം അവിടുത്തെ പ്രോക്സികൾക്കെല്ലാം വേണ്ട രീതിയിലുള്ള പരിശീലനവും ആയുധവും ഫണ്ടും കൊടുക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ പേര് വരുന്നത് തുർക്കിയുടെ പേരാണ്. പിന്നെ വരത്തുള്ളൂ ഖത്തർ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ തുർക്കിയെ നോട്ടം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തുർക്കി അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം തുർക്കിയുടെ ഒരു സൈനിക വിമാനം, നമ്മളിതിന് ശേഷം നമ്മൾക്ക് കാര്യങ്ങൾക്കകത്ത് ഈ വ്യക്തത വരുത്തുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും ഉള്ള സമയമെടുക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള തെളിവ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ന രാജ്യത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ്, അവരുടെ ഭാഗമാണ് ഇതിൻ്റെ ഇടപെട്ടിരിക്കുന്നത്, തുർക്കിയാണെങ്കിലും കൊള്ളാം പാകിസ്ഥാനാണെങ്കിലും, അത് തെളിയിക്കുന്നത് വരെ നമുക്ക് ആ ആരോപണം ആ രാജ്യത്തിനെതിരെ ഉന്നയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അല്ലെങ്കിൽ സിന്ദൂർ 2.0 തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ, അത് തുടങ്ങണമെങ്കിൽ അതിനകത്ത് പുൽവാമ പോലെ ഈ നടന്നിരിക്കുന്ന സ്ഫോടനത്തിന്റെ പിറകിൽ കൃത്യമായിട്ട് പാകിസ്ഥാനാണെന്ന് നമുക്ക് തെളിവ് ശേഖരിച്ച് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഡയറക്റ്റ് അറ്റാക്കിലേക്ക് പോകും. പക്ഷെ ഇപ്പൊ തന്നെ ഇവിടെ പൊട്ടിത്തെറിച്ചതിന്റെ പിറകിൽ ബംഗ്ലാദേശ് മൊത്തം പൊട്ടിത്തെറിക്കുന്നു. പാകിസ്ഥാനിന്റെ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമായിട്ടുള്ള അവരുടെ ഏറ്റവും ഗ്രീൻ സോൺ എന്ന് പറയും, ഗ്രീൻ പാകിസ്ഥാനിൽ അറിയാമല്ലോ. അപ്പം അവിടുത്തെ കോടതി സമുച്ചയത്തിൽ കാർ ബോംബ് സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. ഭയങ്കര, അതായത് 6 കിലോമീറ്ററോളം, മുമ്പേ പറഞ്ഞില്ലേ, 6 കിലോമീറ്ററോളം അതിന്റെ വ്യാപ്തിയിൽ പൊട്ടിത്തെറിച്ച കാർ ബോംബ് സ്ഫോടനമാണ്. തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഇതുവരെ ഇല്ലാത്ത 27 മാസം കൊണ്ട് ശമ്പളം കിട്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ ബോംബ് സ്ഫോടനം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തൊട്ട് അവർ തെരുവിലാണ്. അപ്പം രാജ്യങ്ങൾ കത്തുന്നുണ്ട്. നമ്മൾ ഇതിനകത്തൊരു പൊട്ടിത്തെറിച്ചതിന് ശേഷം ചില രാജ്യങ്ങൾ കത്തുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നു, പാകിസ്ഥാനകത്ത് പ്രശ്നം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഈ തുർക്കിയുടെ ബോർഡർ, അല്ലെങ്കിൽ അർമേനിയ, ഗ്രീക്ക് എല്ലാം നമ്മുടെ തുർക്കിയുടെ ശത്രുക്കളാണ്. ആ ബോർഡറിൽ നിന്നിട്ട് അവരുടെ ഒരു സൈനിക വിമാനം, അതായത് സൈനിക ആയുധങ്ങൾ കടത്തുന്ന, അല്ലെങ്കിൽ 20ഓളം സൈനികർ ഉണ്ടായിരുന്ന സൈനിക വിമാനം അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ഇത് ആര് പൊട്ടിത്തെറിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി യാതൊരു വ്യക്തതയില്ല. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ഇന്ത്യയാണോ? ആ സൈനിക വിമാനം പാകിസ്ഥാനിലേക്ക് വരുന്നതായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചായിരുന്നല്ലോ ഇതിന് ശേഷം. പാകിസ്ഥാനകത്ത് ഒരു തമാശകൾ അറിഞ്ഞായിരുന്നു. പാകിസ്ഥാനകത്ത് ഇവിടെ സ്ഫോടനം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനിലെ സാധാരണ ആൾക്കാർ പോലും കടകൾ ഷട്ടറിട്ട് പോയിരിക്കുകയാണ്, വീടുകളിൽ പോയിരിക്കുകയാണ്. കാരണം അവരങ്ങ് തീരുമാനിച്ചു ഉടനെ അറ്റാക്കുന്നു. അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ബോർഡറിലെല്ലാം അവരുടെ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. സാധാരണക്കാരനായിട്ടുള്ള നാട്ടുകാർ കടകൾ അടച്ചു, കടകൾ തുറക്കുന്നില്ല. കടകൾ അടച്ചിട്ട് അവർ സേഫ് സോണിലേക്ക് അവർക്ക് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഓഹരി വിപണി വളരെ താഴേക്ക് പോയി. കാരണം അപ്പം ഇതിനകത്ത് അടുത്ത ആക്രമണം, നേരത്തെ ഈ സിന്ദൂറിനകത്ത് നടന്ന ഒരു ആക്രമണത്തിന്റെ വ്യാപ്തി ആ രാജ്യത്തിനകത്ത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, ആ രാജ്യത്തിനകത്ത് സാധാരണക്കാർ എത്രത്തോളം ഭയന്നിട്ടുണ്ട്, ആ രാജ്യം എന്തും വേണ്ടി തകർന്നിട്ടുണ്ട് എന്നതിനെ പറ്റിയൊക്കെ തെളിവാണ്. അപ്പം ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വരുന്ന വാർത്ത, ഈ കാറിൽ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചു വന്നതല്ല. 9 ഡോക്ടർമാരെയും പിടിച്ചിരുന്നു. ഈ പിടിക്കാൻ വരുന്ന ഈ ഉമർ എന്ന് പറയുന്നവനെ പിടിക്കുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസി അവന്റെ പിറകെ ഉണ്ടായിരുന്നു. അന്വേഷണ ഏജൻസി അവന്റെ പിറകെ ഉണ്ടാകുമ്പോൾ അവനിലേക്ക് ലക്ഷ്യം അന്വേഷണ ഏജൻസിയിൽ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അവന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ചാവേറാവാണ് അവൻ തീരുമാനിച്ചത്. അപ്പൊ അവന്റെ കസ്റ്റഡിയിൽ കിട്ടിയ അമോണിയം നൈട്രേറ്റുമായിട്ട് അവൻ പായുന്നു, പലയിടത്തും ഹോൾഡ് ചെയ്യുന്നു. ഒരു പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 3 മണിക്കൂർ അവന്റെ വണ്ടി ഹോൾഡ് ആവുന്നു. ആ സമയത്ത് ഈ 3 മണിക്കൂർ എന്താണ് അതിനകത്ത് ചെയ്തതെന്ന് അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ബാഗുമായിട്ട് പള്ളിയിലേക്ക് കയറി പോകുന്നതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവൻ തന്നെ മേടിച്ചാണ് 3 കാറുകൾ. അതിനകത്ത് ഒരു കാറാണ് ഇപ്പം കാണാനുള്ളത്. ആ 3 കാറുകൾ ഇവൻ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ഈ 3 കാറുകൾക്കകത്തും ബോംബ് ഉപയോഗിച്ച് ബോംബ് ബ്ലാസ്റ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാറ് ത്രട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ബോംബിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഈ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാവകാശം യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസിയുടെ പായൽ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തെരച്ചിൽ കൊണ്ട് നടന്നില്ല എന്ന് വേണം കഴിയാം. ഇത് അവിടെ വെച്ച് ബോംബ് ബ്ലാസ്റ്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് സ്ഥലത്തും
അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ കൂടുതലുള്ള സ്ഥലത്തേക്കും കാർ ഇടിച്ചു കയറ്റാനാണ് സാധ്യത. ഇത് സിഗ്നലിൽ വെച്ച് സിഗ്നലിൽ കാർ പെല്ലയല്ലേ നടന്ന് ഇങ്ങനെ അബദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ പൊട്ടിത്തെറിച്ചതായിട്ടാണ് ഇപ്പം ഇതുവരെയുള്ള റിപ്പോർട്ടും അതിൻ്റെ കാര്യങ്ങളും. പൊട്ടിത്തെറിച്ചവൻ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണെന്ന് DNA പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ആയിരുന്നു. അയോധ്യയിലെ സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലക്ഷ്യം വെച്ചിരുന്നു. ഈ പറയുന്ന RSS കാര്യാലയത്തിലെ സ്ഫോടനത്തിൽ അതിനകത്ത് ഇരിക്കുന്നത് കാക്കയും പൂച്ചയൊന്നുമല്ല, പ്രധാനപ്പെട്ട RSSന്റെ നേതാക്കന്മാരൊക്കെ തന്നെ. പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വലിയൊരു ഓപ്പറേഷൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം പൊളിച്ചിരിക്കുന്നു ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി, രഹസ്യാന്വേഷണ വിഭാഗം എന്ന് വേണം കരുതാൻ.